അപ്പോൾ എന്തായാലും സാറിന് വേണ്ടിയിട്ട് നമ്മളൊരു സെഗ്മെന്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സാറിന് പരിചയമുള്ള, സാറിന് ഇഷ്ടമുള്ള കുറേ മുഖങ്ങൾ അല്ലെങ്കിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ മുഖങ്ങൾ നമ്മളിവിടെ LED വാളിൽ കാണിക്കും. അവരുടെ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണോ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മുഖം ആരുടെയാണെന്ന് നോക്കാം. യെസ്, ഹായ് ബിജു. വളരെ അടുത്ത സുഹൃത്ത്. ആദ്യത്തെ കൺമണിയിലാണ് അദ്ദേഹം പോസിറ്റീവ് റോള് ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു ചെക്കൻ്റെ സ്വഭാവം, കൊച്ചു ചെക്കൻ തന്നെ ആയിരുന്നു. ഇന്ന് നല്ല രസമായിരുന്നു. ജയറാമും ഞാനും അദ്ദേഹമായിട്ടൊക്കെ രാത്രി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കലും ഒക്കെയാണ്. നല്ല കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ നായകനാക്കി സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്നൊരു സിനിമ പിന്നെ ചെയ്തു. പിന്നെ ദില്ലിവാല രാജകുമാറിലുണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ വലിയൊരു ട്രാൻസിഷനാണ്. അദ്ദേഹം ഒരു ഹ്യൂമർ ക്യാരക്ടറിലേക്ക്. ഇപ്പോൾ ആദ്യത്തെ കൺമണി തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയുമായിരുന്നു, ചേട്ടാ എൻ്റെ ഡയലോഗ് കേട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ പിന്നെ അദ്ദേഹം നല്ല ഒന്നാം തരം സിനിമകൾ ചെയ്യുകയും ഒരു ടിപ്പിക്കൽ ഹ്യൂമർ, അതാണ് വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുകയും ജനം ചിരിക്കുന്ന പോലത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. ഇപ്പോൾ വളരെ ടോപ്പാണ്. ഇപ്പോ ഏത് തരം കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമെന്ന് സന്തോഷം. പിന്നെ മനോഹരമായ ശബ്ദവും കൂടിയാണ്. വെരി നൈസ് ഹ്യൂമൻ ബീങ്. യെസ്, അപ്പോൾ അതാണ് ബിജു ഏട്ടൻ. ഇനി അടുത്തത്, ഞാൻ എപ്പോഴും എൻ്റെ ഗുരുവിനെ പോലെ കാണുന്ന ഒരാളാണ്. അദ്ദേഹം തിരിച്ചതൊന്നും സമ്മതിക്കാറില്ല. എന്നെ അനുജനെ പോലെയോ ശിഷ്യനെ പോലെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളുടെയും സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡേ പുള്ളിയെ കൊണ്ട് വായിപ്പിക്കും. റൂമിലിരുന്ന് സാറ് വായിച്ചിട്ട് നാളെ രാവിലെ വരുമ്പോൾ കമൻസ് പറയണമെന്ന് പറയും. എന്തെങ്കിലും തിരുത്ത് സാറിന് തോന്നുകയാണെങ്കിൽ അതും പറയണമെന്ന് പറയും. അത് പറയും, അദ്ദേഹം പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഒരു ഗുരുവായിട്ട് ഉള്ള നഷ്ടം. എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. മൈലേപ്പറമ്പിൽ അൺവീടാണ് ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത്. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വില്ലൻ വേഷം കളിച്ച് നടക്കുന്ന എന്നെ പിടിച്ച് നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ വില്ലൻ വേഷം ചെയ്തൊരു പരിവേഷം ഉള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഈ റോള് ചെയ്യണം. കാരണം ഈ മക്കളെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന കർക്കശക്കാരനായ ഒരു അച്ഛൻ. പക്ഷേ ഞാൻ പറയുന്ന ഈ സീരിയസ് ഡയലോഗ് എങ്ങനെ കോമഡി ആവും രാജസേനൻ എന്നോട് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് ഹ്യൂമറുമായിട്ട് വലിയ ബന്ധമില്ല. അങ്ങനെ സംശയിച്ചാണ് ചെയ്തത്. ഫസ്റ്റ് ഡേ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു. അന്ന് താങ്കൾ എന്നോട് സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയിരുന്നു. സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ എങ്ങനെ കോമഡി വർക്കൗട്ട് ആവും? പക്ഷെ ഇന്ന് തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ആ മാന്ത്രിക ശക്തി എന്ന്. ഞാൻ പറഞ്ഞത്, സാർ ആ പറഞ്ഞു തന്ന എൻ്റെ കഴിവ് മാത്രമല്ല, രഘുനാഥ് പലേരി എന്നൊരാൾ അതിൻ്റെ പിന്നിൽ എഴുതാനും കൂടെ ഉണ്ടായിരുന്നു. എത്ര ഇന്നും ആൾക്കാർ പറഞ്ഞു നടക്കുന്ന ഡയലോഗ്സ് ആണ്. ഇപ്പൊ രഘുവേട്ടൻ അഭിനയിക്കാൻ തുടങ്ങി, അത് ശരിയാവില്ല. ഇവരെല്ലാരും അഭിനയിക്കാൻ തുടങ്ങി, ഇത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് പ്രസാദ് സാർ എൻ്റെ ഗുരു തന്നെയാണ് എന്നും എപ്പോഴും. അടുത്തതാരാണ് നോക്കാം. ഞങ്ങളുടെ ഒരു സിനിമ ഏതാണ്, സ്വപ്നലോകത്ത് ബാലഭാസ്കരൻ ഏതോ സിനിമ ചെന്നൈയിൽ വർക്ക് നടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സിനിമ ദില്ലിവാല രാജകുമാരനാണ്. അപ്പോൾ എഡിറ്റർ ജി മുരളിയാണ് എൻ്റെ കൂടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദില്ലിവാലയുടെ നായികയെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സിനിമ എഡിറ്റ് ചെയ്ത് റിലീസാവാൻ പോവുകയാണ്. സല്ലാപം എന്നാണ് സിനിമയുടെ പേര്. വരുന്ന വെള്ളിയാഴ്ച റിലീസാണ്. അതൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതിലൊരു പുതിയ കുട്ടിയാണ്, അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജസ്റ്റ് തിയേറ്റർ റിസൾട്ട് കൊണ്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ തന്നെ ഉണ്ട്. ഈ സല്ലാപം റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ റിപ്പോർട്ട് അങ്ങ് വന്നു. ഗംഭീര സിനിമയാണ്, നല്ല പേരാണ്, ഹീറോയിൻ ഉഗ്രനാണ്. മുരളിയേട്ടൻ സല്ലാപത്തിൻ്റെ ഒരു റീൽ എടുത്തുകൊണ്ടെന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിലിട്ട് കാണിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിളിച്ച് ആക്ച്വലി ബുക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ ദില്ലിവാല രാജകുമാരനാണ്. അതിനോടൊപ്പം തന്നെ സത്യനന്ദിക്കാട് തൂവൽ കൊട്ടാരം. ഈ ഷൂട്ട് ചെയ്യുന്ന ആദ്യം എൻ്റെ സിനിമയാണ്, പക്ഷേ റിലീസ് ചെയ്യുന്നത് ഓണത്തിന് ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ്. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അത്യാവശ്യം ഫോൺ ചെയ്താൽ എടുക്കും, വർത്താനം പറയും. പിന്നീട് ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല. സൂപ്പർ അമ്മയും മകളും